അടങ്ങി നിൽക്ക് മീര, or else I will lose my mighty. പ്ലീസ്, എനിക്ക് വേദനിക്കുന്നു, പ്ലീസ്. You know one thing, ഈ ആനന്ദവർമ്മ എന്തെങ്കിലും ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അത് നേടാൻ ഏതറ്റം വരെയും പോകും. ടു ദ ഡീപ്, ടു ദ എക്സ്ട്രീം. ആൻഡ് ആസ് യു സെഡ്, നിന്റെ എല്ലാത്തിനും ഒരവകാശിയാണല്ലോ. സോ forget about mind. If your body is mine, you will automatically become mine, right? Escape? Not from me. നീ അടങ്ങി നിന്നില്ലെങ്കിൽ ഇതൊരു കിസ്സിൽ നിൽക്കില്ല. ആനന്ദാ പറയുന്നേ. Interesting. Now I got my second addiction in you. And be ready to become my girlfriend. നീ എന്നെ തല്ലിയല്ലേ? നിന്നെ കൊണ്ട് യെസ് പറയിപ്പിക്കാൻ എനിക്കറിയാം. റെഡി ടു സീ ദ റിയൽ ഹെൽ. ഈ ദേവാനന്ദ് പറഞ്ഞ ടാർജറ്റ് ആകാൻ റെഡി ആയിക്കോ. ഇടുത്താൻ ടെൻഷൻ ആവാതെ അവരെല്ലാം പറഞ്ഞ് സെറ്റ് ആക്കിയിട്ടിങ് വരില്ലേ. പിന്നെ ഈ ലവ് കൺഫെഷൻ ഒക്കെ കഴിഞ്ഞ് കപ്പിൾസിന് ഒത്തിരി സംസാരിക്കാനുണ്ടാവും. അത് അവർ ലേറ്റ് ആവുന്നേ. കൺഫെഷനോ? അയ്യോ, നോ പറയാനാ പോയേക്കുന്നേ. വാട്ട്? നോയോ? ഓ ഗോഡ്, തനിക്കിത് നേരത്തെ പറഞ്ഞുവിടായിരുന്നോ? എന്താ ബ്രോ പ്രശ്നമാക്കോ? ഏയ് ഇല്ലടോ, അതല്ല. അവൻ വളരെ അൺപ്രഡിക്റ്റബിളാ. ചിലപ്പോ വളരെ സീരിയസ് ആയ കാര്യങ്ങൾ കൂളായിട്ട് ഹാൻഡിൽ ചെയ്യും. പക്ഷെ ചിലപ്പോ ചെറിയ കാര്യങ്ങൾ പോലും അവൻ സീനാക്കും. അതാ ഞാൻ. അയ്യോ, എനിക്ക് ടെൻഷൻ ആകുന്നു എന്റെ നന്ദു. ടൈം ഇത്ര ആയ സ്ഥിതിക്ക് നമുക്കൊന്ന് പോയി നോക്കിയാലോ? പോകാം. ദേ വരുന്നു. ദേവ, മീര അവളെവിടെ? She will come. നമുക്ക് പോകാം. Are you done? Sure. അലീന, എന്നാ ഞങ്ങള് പോയേക്കുവാ. നീ മീരയെ വിളിച്ചിങ്ങോട്ട് വരാൻ പറ. ശരി ബ്രോ. ദേവ, ആർ യു ഓക്കെ? ഓഫ് കോഴ്സ്. ഞാൻ ലാസ്റ്റ് ഒന്ന് ടെൻഷനായി. സാരമില്ലടാ, ഗിവ് ഹർ സം ടൈം. നിന്നെ അവൾക്ക് മനസ്സിലാവും. ഷുവർ, I'll give her enough time to choose me. Just relax for now. ആനന്ദ് ബൈക്ക് ഓടിക്കുകയായിരുന്നതിനാൽ പുറകിലിരിക്കുന്ന ജീവിക്ക് ആനന്ദ് ഉദ്ദേശിച്ച നെഗറ്റീവ് മീനിങ് മനസ്സിലായില്ല. നന്ദു,
ഇങ്ങനെയാണെങ്കിൽ നീ എങ്ങനെ പരീക്ഷ എഴുതാനാ? അറിയില്ലെന്നു. ഒന്നിലും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഞാൻ അപ്പത്തെ ദേഷ്യത്തിനടിച്ചതാ. എന്നോട് ചോദിക്കാതെ കിസ് ചെയ്തപ്പോൾ ഞാൻ അതിൽ തെറ്റുണ്ടോന്ന് ചോദിച്ചാലില്ല. ആവശ്യമില്ലാതെ ആരദ്ദേഹത്ത് കൈവച്ചാലും പ്രതികരിക്കണം. പിന്നെ ഇവിടെ പ്രശ്നം ലാസ്റ്റ് ഡയലോഗാണെന്നാണ് എനിക്ക് തോന്നുന്നത്. നല്ല ദേഷ്യമായും തോന്നുന്നു. ചിലപ്പോൾ നിന്റെ ഒരു സോറി കൊണ്ട് പ്രശ്നം തീരും. അതിനായിരിക്കും ഇങ്ങനെയൊക്കെ പറഞ്ഞ്. ഞാൻ സോറി പറഞ്ഞാലോ? വിളിച്ചില്ലേ എനിക്കൊരു സമാധാനം കിട്ടില്ല, പഠിക്കാനും പറ്റില്ല. ഞാൻ ജീവ ബ്രോയെ ഒന്ന് വിളിക്കാം, എന്നിട്ട് മയത്തി കൊടുക്കാം. ഈ എക്സാമിന്റെ ടൈമിൽ ഒരു പ്രശ്നം വെച്ചുകൊണ്ടിരിക്കണ്ടല്ലോ. ഹലോ, ജീവ ബ്രോ അല്ലേ? ആ, ഞാൻ അലീനയാണേ. മീരയ്ക്ക് ആനന്ദ് ബ്രോയോട് ഒന്ന് സംസാരിക്കണമായിരുന്നു. ഒന്ന് ഫോൺ കൊടുക്കാവോ? ഓ, എന്താ? അത് ബ്രോയ്ക്ക് ഇപ്പം സമയമില്ലാന്ന്, പിന്നെ വിളിച്ചോളാന്ന്. ഓ, എന്തായാലും നീ പോയിക്കോ, പ്രശ്നം തീരുവാണെ തീരട്ടെ. Get on the bike. Meera? അതെനിക്കൊരു കാര്യം പറയാൻ. Go on. അത് സോറി, ഞാൻ എന്നോട് ചോദിക്കാതെ കിസ് ചെയ്തപ്പോ അടിച്ചതാ. പ്രശ്നമൊന്നും ആക്കരുത്, പേടിച്ചിട്ടാ. സോറി. മീര, യു നോ വൺ തിങ്, ഈ ദേവാനന്ദ വർമ്മയ്ക്ക് ഒരു സെക്കൻഡ് ഒപ്പീനിയൻ ഇല്ല. പിന്നെ ഫോർ യു ഞാനൊരു ചാൻസ് തരാം. ഇഫ് യു യൂസ് ദാറ്റ്, ദെൻ നമ്മൾ തമ്മിൽ പ്രശ്നമൊന്നുമില്ല. എന്താ, ഈസ് ദാറ്റ് എ ഡീൽ? എന്താ ഞാൻ ചെയ്യണ്ടേ? ആക്ച്വലി നിന്നെ ഉപദ്രവിക്കാൻ എനിക്കൊരു ഉദ്ദേശമില്ലായിരുന്നു. നീ ഒരാളോട് നമ്മൾ ഡേറ്റിംഗ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ മാത്രം മതിയായിരുന്നു. പക്ഷേ നീ എൻ്റെ വില എങ്ങ തീരെ കുറച്ച് കളഞ്ഞു. ആൻഡ് യു പ്രൊവോക്കഡ് മീ ടു കിസ് യു. ആൻഡ് ദാറ്റ് സ്ലാപ്പ്, എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാ ഒരാൾ എന്നെ കൈ നീട്ടി മുഖത്തടിക്കുന്നത്. അതും നിന്നെ പോലെ ഒരുത്തി. സോ എല്ലാം കൂടി രണ്ട് കാര്യമുണ്ട്. ഒന്ന്, ബി മൈ ഗേൾ ഫ്രണ്ട് ഫോർ 2 weeks മേ ബി. പിന്നെ രണ്ട്, ഐ വാണ്ട് യു ടു നൈറ്റ്. ഇല്ല, പറ്റില്ല. എനിക്ക് പറ്റില്ല, പ്ലീസ്. ഇതിൻ്റെ ഫൈനൽ ഡിസിഷൻ ആണോ? ഐ വാണ്ട് ഫക്കിംഗ് യെസ് ഓർ നോ. യെസ്. ഗെറ്റ് ഓൺ. So it's a goodbye from ആനന്ദ് വർമ്മ. നമ്മൾ ഇനിയും കാണും, മീരയും ആനന്ദുമായിട്ടല്ല, മീരയും ദേവാനന്ദുമായിട്ട്. ആൻഡ് ബി പ്രിപ്പയർഡ്.
അതും പറഞ്ഞ് അവളെ മൊത്തത്തിലൊന്ന് സ്കാൻ ചെയ്ത ശേഷം അവിടെ നിന്നും ആനന്ദ് പോയി. ദേഷ്യത്തിന് പകരം അവൻ ഡേഞ്ചറസ്ലി കൂളായിരുന്നു. നന്ദു, എന്തായി? പ്രശ്നം തീർന്നോ? ഇല്ല, ഞാൻ ഞാൻ എനിക്ക് പറ്റില്ല. സംസാരിക്കാനല്ല എന്നെ വിളിപ്പിച്ചത്. എൻ്റെ സോറി അക്സെപ്റ്റ് ചെയ്യണമെങ്കിൽ ഉള്ള കണ്ടീഷൻസ് പറയാനാ. എന്ത് കണ്ടീഷൻസ്? കർത്താവേ, ഇതിപ്പോ എന്നാ ചെയ്യും? നന്ദു, ഒരു കാര്യം ചെയ്യാം. നമുക്ക് ഈ 4 days എൻ്റെ വീട്ടിലേക്ക് പോവാം. എന്നിട്ട് കോളേജ് അടയ്ക്കുമ്പോൾ അവിടുന്ന് നീ വീട്ടിലേക്ക് പോയിക്കോ. അതാകുമ്പോൾ വീട്ടിലും പ്രശ്നം ഉണ്ടാവില്ല. നമുക്ക് അവിടുന്ന് കമ്പൈൻ സ്റ്റഡി ചെയ്യാം. പോകാം. ദേവ, നീ ഇതെവിടെ പോയതാ? ഞാൻ ഒരാളെ കാണാനുണ്ടായിരുന്നു. ഓ, മീരയെ വിളിച്ചോ? പാവം, നിനക്ക് സങ്കടമായി എന്ന് വിചാരിച്ചു കാണും. അതല്ലേ പിന്നെയും വിളിച്ചേ? അവൾക്ക് ഇനി ആനന്ദവർമ്മയായിട്ട് പ്രശ്നമൊന്നുമില്ല.